ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയണത് സൗണ്ടിന് വളരെ പ്രശ്നം ഉണ്ടാവും. ചുമയും അതേപോലെ കുറെ തുമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാൻറ് പറയണത് എൻ്റെ പഴയ പാൻറ്റാണ്. എൻ്റെ പഴയ സ്കൂളത്തേക്ക് ഭാഗമൊന്നുമല്ല. അപ്പം അതിൽ കുറെ ജയിച്ചൻ സാറ് ഞങ്ങളുടെ ക്ലാസ് സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ പിന്നെ അതേപോലെ അതിൽ കുറെ കോപ്പി എഴുതിയെന്ന് വെച്ചാൽ വെറുതെ രസത്തിന് എഴുതിയത് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കോഴികളുടെ ഗ്ലിസറിൻ പറയണത്, അവരുടെ കാലിൽ വരട്ടുന്ന ഗ്ലിസറിൻ. പിന്നെ നമ്മുടെ പരിപാടി വെച്ചാൽ ഇവിടെ ഫുള്ള് ഈ കോഴിക്കോടിന്റെ ബാക്കില് കുറെ വേസ്റ്റ് ഉണ്ട്. അതൊക്കെ ഫുൾ ക്ലീൻ ആക്കി റെഡിയാക്കലാണ് ഇന്നത്തെ കാര്യം. അവിടുന്ന് കയറും അതേപോലെ വേറെ പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെ കുറെ ഉണ്ട്. വെച്ചാൽ അങ്ങനത്തെ ഇത് അവർക്ക് ഹാനികരാവുന്ന രീതിയിലല്ല അവിടെ ഈ പ്ലാസ്റ്റിക് ഇതൊന്നും ഉള്ളത് കേട്ടാ. അത് പറയാലോ. അവിടെ മെയിനായിട്ട് വൃത്തിയാണെന്ന് വെച്ചാൽ അത് ഞങ്ങള് വൃത്തിയാക്കിയതാ. അത് ഞാൻ വീഡിയോ ഇടാമെന്ന് മറന്നു. അപ്പോ എന്താ കാര്യം വെച്ചിട്ട് എലികൾ വന്നിട്ട് കുറെ സാധനങ്ങൾ കുത്തി മറച്ചിട്ടു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്ത് വൃത്തിയാക്കി വെച്ചു. അങ്ങനെ പിന്നെ സൗണ്ടിന് അത്യാവശ്യം നല്ല പ്രോബ്ലം ഉണ്ടാവും. ചില വാക്കുകളൊന്നും ചിലപ്പോ കേൾക്കുമ്പോ മനസ്സിലാവുണ്ടായില്ല. എല്ലാവരും ക്ഷമിക്കുക. നല്ല തുമ്മലും ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ട്. അപ്പോ നമ്മുടെ ഈ കുറച്ച് കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കെട്ടി ശരിയാക്കാം. അപ്പൊ ഇനി അടുത്തത് നമ്മളിതാ കോരി ഓർന്നുണ്ട്. അമ്മ കോരി ഓർന്നു. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മൾ കോരിയിടേണ്ടത്? അപ്പൊ നമ്മളിതാ നമ്മുടെ ചൂട് വെച്ചിട്ട് നമ്മൾ കോരിയിടുകയാണ്. പിന്നെ ആ പാൻറ് ഇട്ടിട്ട് ചെയ്യാൻ നല്ല പണിയാണ്. ഞാനിപ്പോ ആ പാൻറ് എടുത്തതിന്റെ കാരണം വെച്ചാൽ ഇത് കഴുകാൻ വേറെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ വേറൊക്കെ നല്ലതാണല്ലോ. ഇതാ കുറച്ച് മുന്നത്തല്ലേ, അപ്പൊ ഒന്നുകൂടി കഴുകാലോ വെച്ചിട്ടാണ് അത് ഇട്ടത്. അപ്പൊ നമ്മൾ ഇത്രയും വേസ്റ്റ് ഇടായിരുന്നു. അവിടെ എന്തായാലും ക്ലീൻ ആക്കി. അവിടെ ഫുള്ള് ക്ലീൻ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ആക്കണം. ഇവിടെ കുറെ ചിരട്ടയും അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസും അതേപോലെ കുറെ ഷീറ്റും പിന്നെ എന്താ പറയാ ബുക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അത് ഇതൊക്കെ നമ്മുടെ കോഴികൾക്ക് എന്തായാലും ഹാനികരമല്ല. ഒന്നാമത്തെ കാര്യം. ഞാൻ അടി പോയിട്ട് അവിടെ ഇതില്ലേ, എന്താണ് വേസ്റ്റ് കവർ എടുത്തു തുടങ്ങു. അപ്പൊ അതെടുത്ത് തുടങ്ങിട്ട് ഇതിക്ക് ചിരട്ടകൾ ഇടണം. അങ്ങനത്തെ പണിയുണ്ട്. അപ്പൊ ഞാൻ പറയാച്ചെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഈ കൂട് ഒരു സ്ഥലത്ത് മേടിക്കുന്നത് തൃശ്ശൂരാ. അവിടെ ഉള്ള ഏതൊരു സ്ഥലത്താണ് ഈ കൂട് മേടിച്ചത്. ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നമ്മള് ചെയ്യേ ഇതിന്റെ ബാക്കില് ഇവരെ അടുത്തായിട്ട് നമ്മള് ഒരിക്കലും ഈ മണം എന്ന് വെച്ചാ ചില ഈ കഷായത്തിന്റെ ബോട്ടിൽസിനൊക്കെ മണം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒന്നും ഇവരെ ബാക്കിലിടാൻ പാടില്ല. അങ്ങനത്തെ ഇടുക വെച്ചെങ്കിൽ അതേപോലെ അത് കവറിലിട്ടിട്ടും ബാക്കിലിടാൻ പാടില്ല. അപ്പൊ ഇവർക്ക് അത് ശ്വസിക്കുമ്പോ ഇവർക്ക് അത് മുട്ടയ്ക്കോ അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യത്തിന് വല്ല കുഴപ്പമുണ്ടാവും. അത് എന്തായാലും ഉണ്ടാവും. ഞാൻ ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് പോയി എന്നുവെച്ചാ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ഫാമില്. അപ്പൊ അവര് എനിക്ക് പറഞ്ഞു തന്നാണ്. ഞാൻ അത് ഇങ്ങനെ പോയി വെച്ചാ ഞാന് വീഡിയോ ഇട്ടിട്ടില്ല. വയ്യപ്പടെ അങ്ങനെ പ്രൊജക്റ്റ് കൊണ്ടുപോയി. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ആ ഫാമിലി കയറിയതാണ്. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒന്നും ഇടരുത്, കുറെ ആൾക്കാർ അങ്ങനെ ഇട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനിയുള്ള കാര്യം വെച്ചാൽ ആ ടോപ്പിക് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ തീറ്റ കൊണ്ടുപോകുന്ന പാത്രം. സോറി, നമ്മുടെ തീറ്റ വെക്കുന്ന പാത്രമാണ്. ഞാനപ്പം അങ്ങോട്ട് കൊണ്ടുവച്ചത്. ഈ അടുത്ത് കൊണ്ടുവയ്ക്കാൻ പോണതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ ആ കവറ് നമ്മൾ കൊണ്ടുവച്ചു. ഇനി അടുത്തത് നമ്മള് ഇത് കൊണ്ടുവയ്ക്കാൻ പോവാണ്. എന്താണ് മറ്റേ ചിരട്ടല്ലേ, ചിരട്ടയുടെ അത് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് വെച്ചാൽ അത് സ്ഥലം ഇങ്ങനെ പൊളിഞ്ഞു. അങ്ങനെ വെച്ചാൽ ആ ചിരട്ടയുടെ എവിടെയെങ്കിലും തട്ടിട്ടായിരിക്കും, തുമ്പെന്തെങ്കിലും തട്ടിട്ടായിരിക്കും. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മുടെ പ്രഷർ പമ്പ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പ്രഷർ പമ്പ് പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്ന് നമ്മുടെ കോഴിക്കോട് വൃത്തിയാക്കണ വീഡിയോ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വരും. പിന്നെ മോപ്പ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് അതേപോലെ
ഫാനൊക്കെ ഇരിക്കുന്ന പെട്ടി തുറന്ന് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ ഇത് തുറന്ന് വെച്ചു, എന്താ പറയാ, മോപ്പ് ഈ ചൂല് തുറന്ന് വെച്ചു. പിന്നെ തീറ്റയുടെ ഒരു പാത്രം ഉണ്ട്, ആ പാത്രം അവിടെ വെച്ചു. എന്താണ് ആ പച്ചമുല്ല എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല, എന്തൊരു ഇത് അത് കൊണ്ടു വെച്ചു. ഇതിന്റെ എന്തൊരു സാധനം. പിന്നെ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി വെച്ചാൽ ആ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യണം. ഇതാണ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി. ആ മഞ്ഞ കവറിൽ കൊണ്ടുപോയ സാധനം എന്താ വെച്ചിട്ടാ, അതിന് ലൈറ്റും അതേപോലെ വേറെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാണ് ആ കോരിയിലുണ്ടായത് കുരുമുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോയത്. പിന്നെ പൈപ്പ്, കല്ല്, അതൊക്കെ. ഇനി ഇവിടെ നമുക്ക് വൃത്തിയാക്കണം. ഈ ചെറിയ സ്ഥലത്താണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ വെക്കുന്നത്. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. നമുക്ക് എന്തായാലും വൃത്തിയാക്കണതിലേക്ക് കിടക്കാം. അപ്പൊ ഈ എക്സ്റ്റൻഷൻ കൊണ്ട് നേരെ ഷീറ്റിന് നൽകി വെക്കണം, എന്നിട്ടാണ് വൃത്തിയാക്കണം. ഓക്കെ, അതാണ് നമ്മള് വൃത്തിയാക്കുക. ഈ ഫ്രണ്ടില് ഗ്ലാസ് ഇരിക്കില്ലേ, അതോ പ്രശ്നമായിട്ട് ഞാൻ മാറ്റി ഇപ്പൊ റെഡിയാക്കി. എന്നിട്ട് നമ്മളൊന്ന് നൈസായിട്ട് ആ കവറും അതേപോലെ ഇതൊക്കെ വേസ്റ്റ് കവറാട്ടാ, ഇതൊക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി നമ്മൾ മണ്ണൊക്കെ ഈ ഒരു കവറിലേക്ക് ഇട്ട് ഒക്കെ റെഡിയാക്കി. അവിടെ ഒന്ന് പൊടിയൊക്കെ അടിച്ച് സെറ്റാക്കി റെഡിയാക്കി ഒക്കെ. ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കോഴികളുടെ മേത്തേക്ക് ആവാതെ കിട്ടോ. ഞാൻ കോഴികളുടെ മേത്തേക്ക് ആവാതെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ട പരിപാടി വെച്ചാൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്യണെങ്കിൽ ഇതെങ്ങോട്ടാ ക്യാമറ കൊണ്ടോണ്ട്? ഇവിടേക്കില്ലേ? ഇത് കസാരയുടെ മേത്തേക്ക്. ഇവിടെ ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു ക്യാമറ. ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇനി നമ്മള് എന്താ പറയാ, നമ്മുടെ ഈ ഇപ്പോ എന്തൊക്കെയാ പറയണേ, അത് പറഞ്ഞ എന്തോ പ്രോബ്ലം തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മളെന്താ ഇവിടെ ഇനി വൃത്തിയാക്കണം. ഇവിടെ അങ്ങനെ നൈസായിട്ട് ചെറിയ രീതിക്ക് അങ്ങനെ വൃത്തിയാക്കാണ്. മെല്ലാണ് സ്ലോ മോഷനിൽ നമ്മള് വൃത്തിയാക്കണത്. കാരണം മെല്ലെ വൃത്തിയാക്കിയിട്ട് അവിടെ നല്ല നീറ്റായിട്ടിരിക്കണം. എനിക്ക് ഈ കോഴിക്കോട് നല്ല നീറ്റാവണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ രസത്തിന് മേലേക്കുണ്ടായില്ല, അപ്പൊ ഞാൻ വേഗം ചെയ്താണ്. ഇനി നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് എന്താ പറയാ, നമ്മുടെ ആ കവറിൽ തന്നെ ഇടണം. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇട്ടു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ് ഇനി അടുത്തത്? നെക്സ്റ്റ് പരിപാടി വെച്ചാൽ ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം. ആ പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് അയക്ക് കിടക്കാം. ഇതൊക്കെ കണ്ടോ, ഇവിടൊക്കെ റെഡിയായി ക്ലീനായി സെറ്റായി. ഇനി അതൊക്കെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പൊ അത് കാണാം. ആദ്യം തന്നെ നമ്മളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ പിന്നെ നമ്മൾ പുതിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോപ്പും ഒക്കെ ഒരു തൂക്കിയിടാനുള്ള സ്ഥലം ഞാനിപ്പോ ഒന്ന് വെറുതെ ചെയ്താണ്. അത് നമ്മുടെ സ്ഥലം ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. കുറെ സ്ഥലം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റെഡിയായി. ഇനി നെക്സ്റ്റ് ഉള്ള വെച്ചാൽ നമ്മുടെ ഇവിടൊക്കെ സെറ്റായി. ഓരോ ആംഗിളിൽ ഞാൻ എടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും